ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാം ജീനി. എന്താണ് എക്സാം ജീനി? ഗവൺമെൻറ് ജോബ്സിന് വേണ്ടിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ചാനൽ. അതാണ് ഒറ്റ സെൻറ്റൻസ് കൊണ്ട് എക്സാം ജീനിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് SSC, RRB പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബിന് ഫോക്കസ് ചെയ്യുന്ന എക്സാംസിനെ ബേസ് ചെയ്യുന്ന ചാനലുകൾ മലയാളത്തിൽ പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ തുടക്കം എന്ന നിലയിൽ നമ്മൾ മേജറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമുകളെയാണ്. SSC എക്സാംസിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്തവർക്കും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കുമായി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ SSCയെ പറ്റി എടുത്ത് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് നമ്മളൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ SSCയെ കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. SSCയെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്കായി ഇതാണ് SSC നടത്തുന്ന കുറച്ച് പോപ്പുലർ എക്സാംസിൻ്റെ ലിസ്റ്റ്. ഇതിൽ മെയിനായിട്ട് എല്ലാവരും കേട്ടിരിക്കുക SSC, CGL, CHSL, MTS ഒക്കെയാവും. ഇതല്ലാതെ മറ്റനവധി വേറെ എക്സാംസും ഉണ്ട്, ലൈക്ക് JEE, GD എക്സെട്ര. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഹൂ ആം ഐ അഥവാ ഹൂ ഈസ് ബിഹൈൻഡ് ദിസ് ചാനൽ? ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളെപ്പോലെ എന്ന് ഉദ്ദേശിച്ചത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പിറകെ പോകുന്നവരെയാണ്. അങ്ങനെ 3-4 വർഷം ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പിറകെ പോവുകയും അതിൽ കുറേ എണ്ണം ക്രാക്ക് ചെയ്തതുമായ ഒരാളാണ് ഞാൻ. പിന്നെ അങ്ങനെ കുറേ ഇതുപോലത്തെ എക്സാംസിൻ്റെ പിറകെ നടന്നതുകൊണ്ട് നേടിയെടുത്ത ഇൻഫോർമേഷൻ, പിന്നെ മനസ്സിലാക്കിയ കുറേ ഷോർട്ട് കട്ട്സ്, ട്രിക്സ്, ടിപ്സ്, സ്ട്രാറ്റജീസ് എല്ലാം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ള എക്സാംസിൻ്റെ ലിസ്റ്റാണിത്. ഇതിവിടെ കാണിക്കുന്നത് ഞാൻ വലിയ ക്യാമനാണെന്ന് കാണിക്കാനൊന്നുമല്ല, മറിച്ച് നമ്മൾ ഈ പാതയൊക്കെ ഒരുപാട് തവണ വെട്ടി തെളിച്ചതാണെന്ന് കാണുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കും ഒരു ധൈര്യവും വിശ്വാസവും ഒക്കെ വരുമെന്ന് ഓർത്തിട്ടാണ്. ഇതൊക്കെയാണ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ള എക്സാംസ്. മെയിനായിട്ട് SSC, CGL, CHSL, MTS, കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാംസ്, പിന്നെ ICAR അസിസ്റ്റൻറ്റ്, BIS, FSSI, പിന്നെ മെയിനായിട്ടുള്ളത് IIM പ്രവേശന പരീക്ഷയായ CAT എക്സാം ക്ലിയർ ചെയ്യുകയും പ്രവേശനം കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ്? മേജർ ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഒരുപാട് ടൈമും എഫേർട്ടും സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇത്രയും എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ടൈം എടുത്ത് പല സോഴ്സുകളിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വി കം അക്രോസ് സെവറൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഇറിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ അഥവാ പഠിച്ചെടുത്ത റിലവൻ്റ് കാര്യങ്ങൾ ഇൻ ടേംസ് ഓഫ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് അതൊരു മനസ്സിലാക്കിയ അൺകൺവെൻഷനൽ ആയിട്ടുള്ള കുറേ മെത്തേഡ്സും ഷോർട്ട് കട്ടും ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതുപോലത്തെ ഒബ്ജക്റ്റീവ് പരീക്ഷകളിൽ വാട്ട് മാറ്റേഴ്സ് ഈസ് ആൻസറിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരാൻ പറ്റുമെന്ന് മാത്രമാണ്. മാർഗമല്ലല്ലോ, ലക്ഷ്യമല്ല പ്രധാനം. അപ്പോൾ ഈ ചുരുങ്ങിയ വീഡിയോ കൊണ്ട് അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഈ ചാനൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അധികം പറഞ്ഞ് ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ബാക്കി കാര്യങ്ങൾ ഇനി വരും വീഡിയോകളിൽ കാണാം. കൂടുതൽ എന്തെങ്കിലും ചോദ്യമോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ബൈ.